ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയ തോട്ടം ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ എന്തായാലും നമ്മളെ സിറ്റി ലൈഫിൽ തറയിൽ ഇത്രയും വലിയൊരു തോട്ടം എന്തായാലും വയ്ക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഇത് ഒരുപാട് ആൾക്കാർ സക്സസ് ആയിട്ട് ചെയ്ത ഒരു രീതിയാണ്. ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിലും പെയിൻറ്റ് ടിന്നിലും ചെടിച്ചട്ടിയിലായിട്ടൊക്കെ വയ്ക്കുന്നൊരു പരിപാടിയാണ്. ഞാനും ഒന്ന് ട്രൈ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 75-80ഓളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സാധാ നെല്ലി മുതൽ നമ്മളെ സാധാ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന നെല്ലിയാണ്. നെല്ലി മുതൽ ആപ്പിൾ തൈ വരെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്പിളിൻ്റെ തൈ. ഇത് ആപ്പിളിൻ്റെ തൈ ഞാൻ നേരത്തെ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ തൈയല്ല ഇത്, ഇവിടെയുള്ള ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച തൈയാണ്. വാങ്ങിക്കുമ്പോഴത്തേക്ക് വെറും 2 കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 കമ്പും ഉണ്ടായിരുന്നു, 2 ഇലയും ഉണ്ടായിരുന്നു. എന്തായാലും അത് നല്ല ബുഷായിട്ട് വളരുന്നുണ്ട്. സന്തോഷം. അപ്പം മറ്റേ ആപ്പിൾ തൈൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ കാണിക്കാം. മറ്റേ ആപ്പിൾ തൈയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഫുൾ തണലത്താണ് വെച്ചിരിക്കുന്നത്. ഒരാഴ്ച ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം അവരോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു ഈ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും. അപ്പോൾ അവർ പറഞ്ഞു ടെൻഷനാവണ്ട, 1-2 ആഴ്ചയ്ക്കകത്ത് തന്നെ പുതിയ തെളിർപ്പ് വരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ 2 ദിവസം മുമ്പ് വാങ്ങിച്ച ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോകൾ ഏതൊക്കെ ഫ്രൂട്ട്സാണ് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളും ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ ഫ്രൂട്ടിൻ്റെയോ വെജിറ്റബിളോ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നേരത്തെ എനിക്ക് വെജിറ്റബിൾ ഞാൻ ടെറസ് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15-16 വെറൈറ്റി മാവുകൾ, വിദേശവും സ്വദേശവുമായുള്ള ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകൾ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടാം. ഓക്കെ, ബൈ.